സാഭിമാനം സാഹിത്യനഗരം. സ്മൃതി. കോഴിക്കോട് നഗരത്തിന്റെ ശേഷിപ്പുകളായിരുന്ന ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്. അവയെക്കുറിച്ചുള്ള ഈ കുറിപ്പ് തയ്യാറാക്കിയത് പത്രപ്രവർത്തകനായ KF ജോർജ്. KSRTC നിലവിൽ വരുന്നതിനു മുമ്പ് സ്വകാര്യ ബസ്സുകളായിരുന്നു ജനങ്ങൾക്ക് യാത്രയ്ക്കുണ്ടായിരുന്ന ഏക ആശ്രയം. ആദ്യകാലത്ത് കൽക്കരി കത്തിച്ചുണ്ടാക്കിയിരുന്ന ഗ്യാസ് ആയിരുന്നു ബസ്സുകളുടെ ഇന്ധനം. മലബാറിൽ ബസ് വ്യവസായത്തിലെ ആദ്യകാല പ്രമുഖർ CC എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ചോലപ്പുറത്ത് സഹോദരന്മാരായിരുന്നു. CC ചെറൂട്ടി, CC കുഞ്ഞുകുട്ടി, CC കോരു എന്നീ സഹോദരന്മാർ കോഴിക്കോട് ജില്ലയിൽ ഉടനീളവും വയനാട്ടിലേക്കും ബസ്സുകൾ ഓടിച്ചു. കുഞ്ഞുകുട്ടി തുടങ്ങിയ MRS കമ്പനി കണ്ണൂരിലേക്കും തളിപ്പറമ്പിലേക്കും 50-ലേറെ ബസ്സുകൾ ഓടിച്ചു. ഈ ബസ്സുകളിൽ ഓരോ സീറ്റിനും ഫാനും ഓരോ സ്ഥലത്തെത്തുമ്പോൾ സ്ഥലപ്പേര് വിളിച്ചു പറയാൻ കണ്ടക്ടർക്ക് മൈക്കുമുണ്ടായിരുന്നു. ചെറൂട്ടിയുടെ കുടുംബവും കുന്നമംഗലത്തെ KP ചോയിയുടെ കുടുംബവും തമ്മിൽ വിവാഹബന്ധമുണ്ടായതിനെ തുടർന്നുണ്ടായ സംയുക്ത സംരംഭമായിരുന്നു CC ആൻഡ് KP ബസ്സുകൾ. കാക്കി തൊപ്പി, കാക്കി നിക്കർ, കാക്കി ഷർട്ട് ഇതായിരുന്നു ജീവനക്കാരുടെ യൂണിഫോം. ട്രാൻസ്പോർട്ട് രംഗത്തെ പ്രമുഖർ ചേർന്ന് രൂപം നൽകിയ CWMS എന്ന കാലിക്കറ്റ് വയനാട് മോട്ടോർ സർവീസ് 55 ഷെഡ്യൂളുകളും 62 ബസ്സുകളുമുള്ള വൻകിട കമ്പനിയായിരുന്നു. വയനാടിനെ കൂടാതെ മൈസൂരിലേക്കും ഊട്ടിയിലേക്കും ഗൂഡല്ലൂരിലേക്കും ഈ കമ്പനിയുടെ ബസ്സുകൾ ഓടി. വയനാട് റൂട്ട് ദേശസാൽക്കരണത്തോടെ ഈ കമ്പനിക്ക് സർവീസ് നിർത്തേണ്ടി വന്നു. എങ്കിലും പഴയ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ദേവാലയ്ക്ക് ഇന്നും കോഴിക്കോട്ട് നിന്ന് ഒരു ബസ് സർവീസ് കമ്പനി നടത്തുന്നുണ്ട്. കോഴിക്കോട്ട് നിന്ന് പേരാമ്പ്ര, കുറ്റ്യാടി ഭാഗത്തേക്ക് സർവീസ് നടത്തിയിരുന്ന NV മോട്ടോഴ്സ് ആയിരുന്നു മറ്റൊരു പ്രമുഖ കമ്പനി. കാലപ്രവാഹത്തിൽ ഈ കമ്പനികളെല്ലാം ചരിത്രത്തിലേക്ക് മാഞ്ഞുപോയെങ്കിലും നടക്കാവിൽ നിരന്നുകിടക്കുന്ന സ്പെയർ പാർട്സ് കടകൾ പഴയ ഓർമ്മകൾ മനസ്സിലുണർത്തും. ബസ്സുകൾക്കും മറ്റു വാഹനങ്ങൾക്കും പാർട്സുകൾ വിൽക്കാനാണ് ഇവിടെ ഇത്തരം ധാരാളം കടകൾ അക്കാലത്ത് തുടങ്ങിയത്. കോഴിക്കോടിന് സാഹിത്യനഗര പദവി കിട്ടിയതിനു പിന്നിൽ ഒരുപാട് പേരുടെ കൂട്ടായ്മയുണ്ടായിരുന്നു. എനിക്ക് 67 വയസ്സായി. ഇത്രയും വർഷം ഞാൻ അറിഞ്ഞ, ഞാൻ വായിച്ച, ഞാൻ അനുഭവിച്ചറിഞ്ഞ എന്റെ കോഴിക്കോട് എന്നെ സംബന്ധിച്ച് ഏറ്റവും സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ പറ്റിയ ഇടമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്. അതോടൊപ്പം യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചതിലൂടെ കോഴിക്കോട് ലോകം മുഴുവനും ഒരു പ്രത്യേക രീതിയിൽ അറിയപ്പെടുന്നു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കരുണയുടെയും ഒക്കെ സ്ഥലമാണ് ഞങ്ങളുടെ കോഴിക്കോട്. കോഴിക്കോടുകാരൻ എന്ന നിലയിൽ ഒരു സ്വയം മതിപ്പ്, ആ സ്വയം മതിപ്പാണ് വാസ്തവത്തിൽ സാഹിത്യ നഗര പദവിയിലൂടെ ലഭിച്ച ഏറ്റവും വലിയതോ ഏറ്റവും വിലപിടിച്ചതോ ആയ നേട്ടം എന്നത് ഓരോ പൗരന്റെയും അവകാശമായി വരുമ്പോൾ ഉണ്ടായിത്തീരുന്നത്. ഈ അടുത്ത് ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഹോർത്തൂസിൽ ചിലവായ പുസ്തകങ്ങളുടെ അളവും എണ്ണവും അത്ഭുതപ്പെടുത്തി എന്നാണ് മനോരമ തന്നെ പറഞ്ഞത്. എത്രമാത്രം പുസ്തകങ്ങളാണ് ആൾക്കാർ വാങ്ങിച്ചു കൊണ്ടുപോയത്. മറന്നുപോയിരുന്നു നമ്മൾ പുസ്തകമെടുത്തുള്ള വായനയെ. അത് സ്കൂളുകളിൽ തുടങ്ങി. PTA എന്ന് വെച്ചാൽ രക്ഷകർത്താക്കൾ സാഹിത്യ ക്വിസുകൾ നടത്തുന്നു. പലയിടങ്ങളിലും വായന തിരിച്ചു വന്നിരിക്കുന്നു. പുസ്തക വിചാരം എന്ന ഒരു പരിപാടി മാതൃഭൂമി തുടങ്ങിയത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അവരിപ്പോൾ ഒരു പുസ്തക വണ്ടി തന്നെ പ്ലാൻ ചെയ്യുന്നു. ഹോർത്തൂസ് കോഴിക്കോട് തന്നെ വെക്കാൻ കാരണം സാഹിത്യ നഗരമായിരുന്നു. അപ്പൊ ഏതുകൊണ്ടും വളരെയേറെ അഭിമാനത്തോടെ ഇവിടെയുള്ള എല്ലാവരും, പത്രസ്ഥാപനങ്ങൾ, പ്രസാധകർ, കലാകാരന്മാർ, സംഗീതജ്ഞർ, നാടകക്കാർ, അതുപോലെ എല്ലാം കോഴിക്കോട് അരങ്ങേറുകയാണ്. എല്ലാ അർത്ഥത്തിലും സംസ്കാരത്തിലും സാഹോദര്യത്തിലും സ്നേഹത്തിലും ആതിഥ്യമര്യാദയിലും ഒക്കെ മുന്നിൽ നിന്ന കോഴിക്കോട് ഇന്ന് പൂർവാധികം ശക്തിയോടുകൂടി അവർ പെരുമാറുകയാണ്. അത് ലോകം അറിയുകയാണ്, അനുഭവിക്കുകയാണ്. ഇതാണ് എന്റെ കോഴിക്കോടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി തിങ്കളാഴ്ച രാവിലെ 7:10.